തിരുവചനം തിരുവചനം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കുക. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ആണ് ദിവാത്സല്യമായ സുഹൃസ്നാഥ ഒരു പ്രാവശ്യം കൂടെ കർത്താവെ തൻ്റെ ജനത്തെ നയിക്കാൻ തന്നിരിക്കുന്ന വൻ കൃപാൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവ്. അങ്ങയുടെ പരിശുദ്ധാത്മാവ് കർത്താവിടെ എങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവെ, പ്രത്യേകിച്ചും കർത്താവെ അങ്ങയുടെ വചനം കർത്താവിട്ട് ലളിതമായ തൻ്റെ ജനത്തെ മധ്യത്തെ എത്തിക്കുന്നതോടൊപ്പം കർത്താവെ വചനം ആഴമായി സ്പർശിക്കത്തക്കണം അങ്ങയുടെ പരിശുദ്ധാത്മാവ് അവിടുന്ന് പറയുവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ കർത്താവെ വചനം അങ്ങയുടെ ജനം അങ്ങയുടേതാണ് കർത്താവെ. അങ്ങയുടെ മഹത്വത്തിനൊത്തവണ്ണം കർത്താവ് വചനം ആഴമായ അവരുടെ ജീവിതങ്ങളെ സ്പർശിക്കുവാൻ കർത്താവെ അത് ലളിതമായ തൻ്റെ ജനത്തിൽ എത്തിക്കുവാൻ അവിടുന്ന് അങ്ങയുടെ കൃപയുണ്ടായിരിക്കുന്നത് പ്രാർത്ഥിക്കണം. എൻ്റെ ശബ്ദത്തോടോ വാക്കുകളോ വചസ്സുകളോ ഖണ്ഡത്തോടോ ഉണ്ടായിരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു അനുഗ്രഹപൂർണ്ണമായ കർത്താവെ, ഈ വചനം കർത്താവെ തൻ്റെ ജനങ്ങളെ ബലപ്പെടുത്തുവാൻ കർത്താവെ, അവിടുന്ന് ശക്തീകരിക്കുവാൻ കർത്താവെ, അങ്ങയിലേക്ക് കൂടുതലായിട്ട് അടുക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി തീരുവാൻ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് ഈ സാക്ഷിക്കുന്നു. പിതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നുഭാവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പലപ്പോഴും നാം ജീവിതത്തിൽ പ്രത്യേകിച്ചും ആത്മീയ മേഖലകളിൽ വ്യക്തികളെ വിലയിരുത്തുന്നത് അവരുടെ പ്രവർത്തനങ്ങൾക്കൊത്തവണ്ണമാണ്. പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളാൽ അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് അവരെ എത്രമാത്രം ദൈവസ്ഥാനയിൽ പ്രാഗൽഭ്യമുണ്ടെന്നോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസനെന്നോ ഒക്കെ നാം പറയുവാൻ ഇടയാകുന്നത്. വ്യക്തികളുടെ ജീവിതത്തിലും പലപ്പോഴും നാം പരിശ്രമിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളെന്ന് പറയുമ്പോൾ ഇന്ന് നാം പലപ്പോഴും കാണുന്നത് ഓരോ സ്ഥലത്തും ജനം പായുന്നത് എന്തിനെ തേടിയാന്ന് നാം നോക്കുമ്പോൾ വിടുതലിൻ്റെ ശുശ്രൂഷ, സൗഖ്യദായക ശുശ്രൂഷ, അല്ലെങ്കിൽ സമ്പന്നതയുടെ ശുശ്രൂഷയിലേക്കാണ്. ഓരോ വ്യക്തികളുടെയും അവരുടെ വ്യക്തിഗത ജീവിതത്തിൽ അവർ തേടുന്നത് ഇവയൊക്കെയാണ്. വിടുതലിൻ്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും പലവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി അവർ കുടുംബമായി അല്ലെങ്കിൽ വ്യക്തിയായി കടന്നു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക രംഗത്തിൽ അവർക്ക് ഒരു അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ മുന്നേറുവാൻ കഴിയാത്ത സാഹചര്യങ്ങളാണെങ്കിൽ ആരെങ്കിലും അവരോട് പറയുകയാണ്, ഇവിടെ ഒരു വിടുതൽ ശുശ്രൂഷയുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുരോഗതികൾക്ക് തടസ്സമായി നിൽക്കുന്നത് അന്ധകാര ബന്ധനങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ അവർ ഓടി അവിടേക്ക് കടന്നു പോകും. എന്തിന്? അവരുടെ വ്യക്തിഗത ജീവിതത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളെ ആ വിടുതൽ ശുശ്രൂഷയിൽ നിന്ന് മോചനം പ്രാപിച്ച് അനുഗ്രഹത്തിലേക്ക് മുന്നേറത്തക്കണം. രണ്ടാമത് നാം കാണുന്നത് സൗഖ്യദായക ശുശ്രൂഷയാണ്. പലരും വലിയ ഫ്ലെക്സൊക്കെ വെച്ച് വിടുതലിനെയും സൗഖ്യദായകനെയും സമ്പന്നതയുടെയും ശുശ്രൂഷയായി പ്രഖ്യാപിക്കുമ്പോൾ ജനത്തിനെ യഥാർത്ഥത്തിൽ വശീകരിക്കുന്ന ഒരു പ്രവണതയായി മാറിയിരിക്കുന്നു. ഇപ്രകാരമുള്ള മേഖലകളിൽ കടന്നു പോകുമ്പോൾ ജനം അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കടന്നു പോകുന്നതെങ്കിലും പലപ്പോഴും വ്യക്തികൾ ആ പ്രവർത്തന മേഖലയിലേക്ക് അവർ തനിയെ വഴുതി വീഴുന്ന അവസ്ഥ. ചിലപ്പോൾ താൽക്കാലികമായി ചില നന്മകൾ അനുഭവമാക്കുവാൻ കഴിഞ്ഞെന്നിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത് സൗഖ്യദായ ശുശ്രൂഷ. ജീവിതത്തിൽ വേദനകളുടെ താഴ്വരയിൽ കടന്നു പോകുന്നവർ, ഒരു സൗഖ്യത്തിന് വേണ്ടി കാംക്ഷിക്കുന്നവർ ഇല്ലാത്തത് ആരുമില്ല. അത് ഏത് അസ്വസ്ഥതയായാലും, സാധാരണ ഒരു പനിയായാൽ പോലും, അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ സാഹചര്യങ്ങളായാൽ പോലും എല്ലാവർക്കും സൗഖ്യത്തിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ സൗഖ്യമാക്കുവാൻ കഴിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ സമയത്തിനോ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത മാറ്റങ്ങൾക്കോ വരുത്തുവാൻ കഴിയാതെ എപ്രകാരം ഒരു സൗഖ്യം ലഭ്യമാകണം എന്നുള്ളൊരു തിരക്കം പാച്ചിൽ. ഏറ്റവും അവസാന സമ്പന്നതയുടെ ശുശ്രൂഷകൾ. ഇവിടെ കടന്നു വരിക, നീ കർത്താവിന് വേണ്ടി 100 കൊടുത്താൽ നിനക്ക് 1000 കിട്ടുമെന്ന് പറയുന്ന സാഹചര്യങ്ങൾ. യഥാർത്ഥത്തിൽ ഇത് കർത്താവിനെ നിന്ദിക്കുന്ന അവസ്ഥയല്ലേ?
കർത്താവിനെ തരം താഴ്ത്തുന്ന അവസ്ഥയല്ലേ? കർത്താവ് ഒരു ഭൂതബാധകളെ പുറത്താക്കുന്നവനല്ല, ഒരു സൗഖ്യം നൽകുന്നവനല്ല, ഒരു സമ്പന്നത നൽകുന്നതല്ല, എങ്കിലും നിത്യജീവനിലേക്ക് വഴി നടത്തത്തക്കോണം സൃഷ്ടികർത്താവിൽ നിന്നും മാറിപ്പോയ തൻ്റെ സൃഷ്ടികളെ തിരിച്ച് സൃഷ്ടികർത്താവിലേക്ക് വഴി നടത്തത്തക്കോണം കടന്നു വന്ന യാഗമായി അർപ്പിക്കപ്പെട്ട കുഞ്ഞാടാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും ഇപ്രകാരമുള്ള പ്രസംഗ മേഖലയിൽ കേൾക്കുന്നത് എന്താണ്? കടന്നു വരൂ, സൗഖ്യം അനുഭവിച്ച് കടന്നു പോവുക. സൗഖ്യം അനുഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും, എന്ത് നൽകുവാൻ കഴിയുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. നൽകിയിട്ടില്ലെങ്കിൽ, ഇപ്രകാരം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇത് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ ഭാരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത്. എങ്കിലോ കർത്താവ് തന്നെ സുവിശേഷത്തിൽ എത്ര വ്യക്തമായി ഈ കാര്യങ്ങളെപ്പറ്റി പ്രസ്താവിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 7:20 ഇപ്രകാരമാണ് പറയുന്നത്: അങ്ങനെ അവരുടെ ഫലം കൊണ്ട് നിങ്ങൾ അവരെ തിരിച്ചറിയണം. പ്രവർത്തനങ്ങൾ കൊണ്ടല്ല, ഫലം കൊണ്ട്. ഇന്ന് പലപ്പോഴും നാം പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇവൻ കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠ പ്രവർത്തനക്കാരനെന്നൊക്കെ പറയുന്നത്. അവൻ്റെ ഫലത്തെ നോക്കുവാൻ കഴിയാറില്ല. ഫലത്തെ നോക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തിയാണോ എന്നൊന്നും നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 7:21 ഇപ്രകാരമാണ് പറയുന്നത്: എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്ന് പറയുമ്പോൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആഹ്വാനത്തിനൊത്തവണ്ണമുള്ളൊരു ജീവിതം നയിക്കുന്നവരായിത്തീരണം. പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് യഥാർത്ഥമായ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങളും ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ അത് താൽക്കാലികമല്ലായിരിക്കും. ഒരു കൂട്ടായ്മയിൽ കടന്നു ചെല്ലുമ്പോൾ ഉള്ള ഒരു അനുഭവമല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിരന്തരമായി കൂടെ നടക്കുന്ന കാര്യസ്ഥൻ എന്നാണ് പറയുന്നത്. ഒരു കാര്യസ്ഥൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നാം കടന്നു പോകുന്ന പാതയിൽ എവിടെയെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാം തെറ്റായ പാതയിലേക്കാണ് നമ്മുടെ കാൽച്ചുവടുകൾ വെക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ കാര്യസ്ഥൻ നമ്മളെ ബോധ്യപ്പെടുത്തും. അപ്രകാരം ആണോ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് നാം നൽകുന്ന ഒരു സ്ഥാനം? പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥമായ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ഗലാത്യലേഖനം 5:22-23 വായിക്കുമ്പോൾ, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം എന്നിവയാകുന്നു. ഇവയ്ക്കെതിരായി ഒരു ന്യായപ്രമാണവുമില്ല. അപ്പോൾ നാം ഇപ്രകാരമുള്ള ഓടി നടന്ന ശുശ്രൂഷകളിലും അല്ലെങ്കിൽ ആരാധനകളിലും കടന്നുപോയി വിടുതലിനായി, സൗഖ്യത്തിനായി, സമ്പന്നതയിലേക്ക് കടന്നു പോകുമ്പോൾ നാം ഒരു നിമിഷം ചിന്തിക്കണം. ആ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ സ്നേഹം, സമാധാനം, സ്വാന്തനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം ഇവയൊക്കെ ഉണ്ടോയെന്ന് മനസ്സിലാക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും മൂലമാണ്. അവിടെ കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിന് പകരം സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്കുള്ള പ്രവർത്തനമാണ് അവിടെ നാം കാണുന്നെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളാം, അവിടെ യഥാർത്ഥമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല നടക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ
മറ്റുള്ളവർക്ക് അനുഭവമാക്കത്തക്കവണ്ണമുള്ള പ്രവർത്തനം എന്ന് പറയുമ്പോൾ, ഒരുത്തൻ വേദനയിലാകുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ വേദനയ്ക്ക് ഉള്ളിൽ കടന്നു ചെന്ന് അവനെ എങ്ങനെ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്കായി ഉപയുക്തമാക്കുന്നതല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. വേദനയിൽ കടന്നു വരുന്നവനെ സ്നേഹത്തോട് സ്വാന്തനത്തോടെ കർത്താവിലേക്ക് ആകർഷിക്കുകയും കർത്താവിൻ്റെ നന്മകൾ രുചിച്ചറിയത്തക്കോണം ഇടയാക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അല്ലാതെ അവനിൽ കൂടെ എനിക്ക് എന്ത് ലാഭമുണ്ടാക്കുവാൻ കഴിയുമെന്നല്ല അവിടെ ചിന്തിക്കുന്നത്. മുമ്പോട്ട് ഗലാത്യലേഖനം 5:14 ഇപ്രകാരം പറയുന്നുണ്ട്: നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഒറ്റ വാക്യത്തിൽ എന്നുള്ള ഒറ്റ വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. അതിന് കാരണം സ്നേഹം. കർത്താവ് തന്നെ പറയുന്ന ഒന്ന് ഏറ്റവും വലിയൊരു ന്യായപ്രമാണം എന്ന് പറയുന്നത് സ്നേഹമാണ്. എന്തുകൊണ്ടാണ്? സ്നേഹമുണ്ടെങ്കിൽ ജഡികമായ സ്വഭാവത്തിലേക്ക് നമുക്കൊരിക്കലും കടന്നു പോകുവാൻ കഴിയുകയില്ല. പ്രത്യേകം ദൈവിക സ്നേഹത്തിലേക്ക് നാം വളർന്നു കഴിയുമ്പോൾ, എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പ്രവർത്തികളോ എൻ്റെ ജീവിതത്തിൽ വരികയില്ല. അതുകൊണ്ടാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഗലാത്യലേഖനത്തിൽ പറയുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഈ സ്നേഹമുള്ളവൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ തനിയെ കടന്നു വരുന്നൊരു കാര്യമാണ്. പക്ഷെ സ്നേഹമില്ലെങ്കിലോ ഇതൊന്നും കാണുകയില്ല. സ്നേഹമില്ലെങ്കിൽ സമാധാനം കാണത്തില്ല, ദീർഘക്ഷമ കാണത്തില്ല, സന്തോഷം കാണത്തില്ല. സ്നേഹമുണ്ടെങ്കിൽ മറ്റുള്ളവൻ്റെ നന്മയിൽ നാം സ്നേഹിക്കുവാൻ, നാം സന്തോഷിക്കുവാൻ പഠിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ സമാധാനമെങ്കിൽ ആ സമാധാനം പകർന്നു കൊടുക്കാൻ നാം പരിശ്രമിക്കും. കർത്താവ് അപ്രകാരമാണ് ആ സ്നേഹത്തെ പറ്റി പറയുന്നത്. ഞാൻ മുമ്പോട്ട് വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 13:4-7 വരെ വായിക്കുമ്പോൾ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം അസൂയപ്പെടുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. പരുഷമായി പെരുമാറുന്നില്ല. അയോഗ്യമായി നടക്കുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. കോപിക്കുന്നില്ല. ദോഷം കണക്കിടുന്നില്ല. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം വഹിക്കുന്നു. എല്ലാം വിശ്വസിക്കുന്നു. എല്ലാം പ്രത്യാശിക്കുന്നു. എല്ലാം സഹിക്കുന്നു. അപ്പോൾ നാം ഒന്ന് ചിന്തിക്കണം. നാം പരക്കം പാഞ്ഞ് കടന്നു പോകുന്ന ഇപ്രകാരമുള്ള ശുശ്രൂഷകളിൽ അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ എവിടെ ആയിക്കൊള്ളട്ടെ, ഈ പറയുന്ന കാര്യങ്ങൾക്ക് വിപരീതമായ പ്രവർത്തനങ്ങളും ചിന്തകളും ആലോചനകളുമാണ് അവിടെ നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലല്ല പ്രവർത്തിക്കുന്നത്. കാരണം ഇവിടെ ദീർഘമായി ക്ഷമിക്കുന്നു. ചിലപ്പോൾ നാം ഇപ്രകാരമുള്ള പ്രവർത്തന മേഖലയിൽ കടന്നു പോകുമ്പോൾ നമുക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റേതാ വിഹിതം കൊടുത്തില്ലെങ്കിൽ അവിടെ നമ്മെ വിമർശിക്കുക മാത്രമല്ല, നമ്മെ ചിലപ്പോൾ ശമിച്ചു കളയും. യഥാർത്ഥമായി പരിശുദ്ധാത്മാവാണോ അത്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ ശപിക്കത്തില്ല, ഒരു വ്യക്തിയെ വിമർശിക്കത്തില്ല. ഇവിടെ ദീർഘമായി ക്ഷമിക്കുന്നു, അത് ദയ കാണിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് മുമ്പോട്ട് സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ നന്മരങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തി സ്വയം നിഗളത്തോടെ പറയുകയാണെങ്കിൽ, ഞാൻ മൂലമാണ് ഇതൊക്കെ നടക്കുന്നത്, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്, എൻ്റെ കയ്യിലാണ് ഇതൊക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ പരിശുദ്ധാത്മാവില്ല. കാരണം സ്നേഹം നിഗളിക്കുന്നില്ല. ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്നെന്ന് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കായ്ക്കുന്ന പ്രവർത്തനങ്ങളിൽ കാണുന്ന വ്യക്തിയാണോ നാം മനസ്സിലാക്കണം. പൗരുഷമായി പെരുമാറുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, ദോഷം. ഇന്ന് പലപ്പോഴും
വലിയ വലിയ മൈതാന പ്രസംഗം നടത്തുന്ന അനേകരുടെ ജീവിതത്തിൽ ഇതൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കാണുകയില്ല. പക്ഷേ നൽവരങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുവാൻ ഇടയാകും. കർത്താവ് അതിനെപ്പറ്റി പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ. അങ്ങനെ പ്രവർത്തിക്കുന്നവരെ എന്താണ് കർത്താവ് പറയുന്നത്? നൽവരങ്ങളല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അതായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. It's not the gift of the Holy Spirit, but the fruit of the Holy Spirit is what Jesus wants us in our life. Gift is given for the betterment of the people. സ്വന്തം പേരും പെരുമയ്ക്ക് വേണ്ടിയല്ല ഇപ്രകാരമുള്ള കൃപകളും കൃപാവരങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളുടെ കൃപകളും കൃപാവരങ്ങളും കൊടുക്കുന്നത് ജനത്തിൻ്റെ നന്മയ്ക്കായിട്ടാണ്, അല്ലാതെ സ്വയം സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സ്വയത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാക്കുവാനുമല്ല. യോഹന്നാന്റെ സുവിശേഷം 13:34-35 എത്ര വ്യക്തമായിട്ടാണ് കർത്താവ് നമ്മളോട് അറിയിക്കുന്നത്. കർത്താവിൻ്റെ അനുയായികളായിരിക്കണമെങ്കിൽ എന്ത് നമ്മളിൽ വേണമെന്ന്? നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങളും അന്യോന്യം സ്നേഹിക്കണമെന്നും തന്നെ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നുവെന്ന് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നുവെന്ന് എല്ലാവരും അറിയും. എല്ലാവരും അറിയും. നാം ആയിരിക്കുന്ന മേഖലകളിൽ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മെ നമ്മുടെ സഭകളായിരിക്കും, ഇടവകളായാലും, ശുശ്രൂഷയായാലും, എവിടെയായാലും ഒരു നിമിഷം നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ കർത്താവ് അവസാനം പറയുന്ന കാര്യം, നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് ഇന്ന് ക്രൈസ്തവ സമൂഹം ശിഥിലമായി കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മധ്യത്തിൽ എന്താണ് കാണുന്നത്? ആ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ, സമ്പത്ത് കൈക്കലാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ. കർത്താവ് യഥാർത്ഥത്തിൽ പഠിപ്പിച്ച സ്നേഹം ഇന്ന് എവിടെയാണെന്നുള്ളൊരു ചോദ്യമാണ്. എന്ത് അറ്റം പോയാലും ഞാനിത് കൈക്കലടക്കുമെന്നാണ് ഇന്ന് പലപ്പോഴും സഭാ മേലധ്യക്ഷന്മാരുടെ നാവിൽ നിന്നൊക്കെ കേൾക്കുന്നത്. അല്ലാതെ അവനെ ഉൾക്കൊണ്ടുകൊണ്ട് രമ്യതയിലേക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ സ്നേഹം ജനമധ്യത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നുണ്ടോ? എപ്രകാരമാണ് പ്രതിയോഗി ഇന്ന് എല്ലാ തലത്തിലും കയറിക്കൂടി കർത്താവിൻ്റെ പ്രവർത്തനത്തെ തകർക്കുന്നെന്ന് പലപ്പോഴും നാം മറന്നുപോയിരിക്കുന്നു. കർത്താവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്ന സ്നേഹമാണ്. ഞാൻ നിങ്ങളോട് സ്നേഹിച്ച നിങ്ങളും സ്നേഹിക്കണമെന്നാണ്. കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്ന സ്വന്തം ജീവിതം യാഗമായി അർപ്പിക്കപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു സ്നേഹമാണ്. മുമ്പോട്ട് വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 12:8-10 വരെ കർത്താവിൻ്റെ പലവിധ കൃപകളും കൃപാവരങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഒരുവന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും ഒരുവന് ആത്മാവിലാ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുവന് അതേ ആത്മാവിനാൽ മറ്റൊരുവന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. മറ്റൊരുവന് അതേ ആത്മാവിനാൽ വിശ്വാസം മറ്റൊരുവന് അതേ ആത്മാവിനാൽ വിശ്വാസം മറ്റൊരുവന് അതേ ആത്മാവിനാൽ മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരങ്ങൾ രോഗശാന്തിയുടെ വരങ്ങൾ മറ്റൊരുവന് അത്ഭുത പ്രവർത്തികൾ മറ്റൊരുവന് അത്ഭുത പ്രവർത്തികൾ മറ്റൊരുവന് പ്രവചനം മറ്റൊരുവന് പ്രവചനം മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം മറ്റൊരുവന് പലവിധ ഭാഷകൾ മറ്റൊരുവന് പലവിധ ഭാഷകൾ മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. അപ്പോൾ വ്യത്യസ്തമായ കൃപകളും കൃപാവരങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഈ കൃപകളും കൃപാവരങ്ങളും നൽകുന്നതൊക്കെ പരിശുദ്ധാത്മാവ് എന്തിനാണെന്നും അത് കഴിഞ്ഞ് പറയുന്നുണ്ട്. എങ്കിലും അതിനു മുൻപ് നമുക്കൊന്ന് മത്തായിയുടെ സുവിശേഷം 7:22-23 ഒന്ന് വായിക്കാം. കർത്താവേ 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 നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും
നിന്റെ നാമത്തിൽ വളരെ അത്ഭുതങ്ങൾ നിന്റെ നാമത്തിൽ വളരെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ ദിവസം എന്നോട് ചോദിക്കും. പലരും ആ ദിവസം എന്നോട് ചോദിക്കും. അന്ന് ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്ത് പറയും. എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്ത് പറയും. നാം ഇപ്പോൾ കൊരിന്ത്യ സഭയിൽ കൊരിന്ത്യ ലേഖനത്തിൽ വായിച്ചത് ഏകദേശം അതിന് വിപരീതമായൊരു കാര്യമല്ലേ നാം കേൾക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും കൃപാവരങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തിന് കർത്താവ് ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് പറയുന്നു? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് പറയുന്നു. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്രകാരമുള്ള കൃപകളും കൃപാവരങ്ങളിലും ആശ്രയിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു സമൂഹ മധ്യത്തിലാണ് നാമും നിങ്ങളും ജീവിക്കുന്നതെന്നൊന്ന് ചിന്തിക്കണം. വഴിതെറ്റിക്കുക എന്ന് പറയുമ്പോൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, സ്വയമായി എന്ത് കെട്ടിപ്പടുത്തുവാനുള്ള പ്രവർത്തനം, അവിടെ ദൈവനാമ മഹത്വമാണോ ഉണ്ടാകുന്നത്? വേദനകളുടെ താഴ്വരയിൽ കടന്നു പോകുന്നവര്, നെടുവീർപ്പിന്റെ മധ്യത്തിൽ കടന്നു പോകുന്നവര്, ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ വലയുന്നവരെ വിട്ടിട്ട് നാം വലിയ വലിയ ആഡംബരമായ പള്ളികളും മറ്റു കാര്യങ്ങളും പടുത്തുയർത്തുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കുന്നത്, യഥാർത്ഥമായി നിങ്ങൾ പരിശുദ്ധാത്മാവിലാണോ പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ആ ഫലങ്ങൾ, സ്നേഹം, സ്വാതന്ത്ര്യം, സമാധാനം, ദയ, കരുതൽ, ഇതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മുമ്പോട്ട് വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 12:7 ഇപ്രകാരമാണ് പറയുന്നത്, എന്നാൽ ഓരോരുത്തനും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. പൗലോസ് ലീഹ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, തന്നിരിക്കുന്ന കൃപകളും കൃപാവരങ്ങളും പൊതുപ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു. സ്വന്തം പേരും പെരുമയ്ക്കും വേണ്ടിയല്ല, ഞാനെന്തോ വലിയ കാര്യം ചെയ്തെന്ന് കൊട്ടിഘോഷിക്കുവാൻ വേണ്ടിയല്ല, എങ്കിലോ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഒന്നും ആഗ്രഹിക്കാതെ പ്രവർത്തിക്കണമെങ്കിൽ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ അപ്രകാരം പ്രവർത്തിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ആദ്യം നാം വായിച്ചത്, അങ്ങനെ അവരുടെ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ അവരെ തിരിച്ചറിയണം. ഫലങ്ങൾ കൊണ്ട് നാം എവിടെയും പോയി, ഏത് ആരാധനയിലും ശുശ്രൂഷയിലും പോയിക്കൊള്ളുക, പക്ഷേ അവിടെ നയിക്കപ്പെടുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ ദൈവനാമ മഹത്വത്തിനായും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പ്രകടിപ്പിക്കുന്നതുമായ പ്രവർത്തനമാണോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 13:8 ഇപ്രകാരമാണ് പറയുന്നത്, സ്നേഹം ഒരു നാളും പരാജയപ്പെടുന്നില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും. ഭാഷാപരമോ അത് നിന്നുപോകും. അറിവോ അത് നശിച്ചു പോകും. അതായത് പരിശുദ്ധാത്മാവാൽ നൽകപ്പെട്ടിരിക്കുന്ന കൃപകളും കൃപാവരങ്ങൾക്കും അതിൻ്റെതായ രീതിയിൽ ചിലപ്പോൾ നാം നഷ്ടപ്പെടുവാൻ സാഹചര്യമുണ്ട്. എങ്കിലോ സ്നേഹമൊരിക്കലും പരാജയപ്പെടുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്താണ് നമ്മുടെ ഫലങ്ങൾ? ദൈവത്തിന് മറ്റുള്ളവർ കർത്താവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ കൂടെ കാണുന്നുണ്ടോ എന്നൊന്ന് മനസ്സിലാക്കണം. അതോ നാം നിഗളിക്കുന്നത് കർത്താവ് നൽകിയിരിക്കുന്ന കൃപകളും കൃപാവരങ്ങളിലുമാണോ? ദൈവനാമ മഹത്വത്തിനായുള്ളൊരു പ്രവർത്തനമാണോ എന്നൊന്ന് ചിന്തിക്കണം. കർത്താവ് ആ ഫലങ്ങളെപ്പറ്റി ചോദിക്കുന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്, മുളക് വെച്ചാൽ മുന്തിരി കിട്ടുമോ എന്ന്, ഞെരിഞ്ഞേലുകൾ വെച്ചാൽ അത്തി കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്, പറിക്കാൻ കഴിയുമോ എന്ന്. സത്യമല്ലേ? നാം എന്ത് വിത്ത് പാകുന്നു അതല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ
നല്ല ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളായി തീർന്നു എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. കർത്താവ് അത്തിവൃക്ഷത്തെ നോക്കി ഇത് ഫലം കായ്ക്കാതെ അതിനെ കരിഞ്ഞു പോകുന്ന അവസ്ഥ. എന്തുകൊണ്ട്? നല്ല പച്ചപ്പുണ്ട്. പക്ഷേ അത്തിയുടെ ആവശ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ വൃക്ഷമാണ്. വിശപ്പുള്ളവർക്ക്, വേദനയുള്ളവരുടെ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം നൽകത്തക്കോണം. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പച്ചപ്പുണ്ട്. അതായത് പച്ചപ്പെന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, പാട്ടുണ്ട്, ദേവാലയങ്ങളിലെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. ലൗകികമായ ആത്മീയ പച്ചപ്പുണ്ട്. പക്ഷേ ദൈവം കർത്താവ് ആഗ്രഹിക്കുന്ന ഫലങ്ങളുണ്ടോ എന്നാണ് ചിന്തിക്കുന്നത്. അതില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ മറ്റുള്ളവർക്ക് അനുഭവമാക്കത്തക്കോണം നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് തിട്ടപ്പെടുത്താം. നമ്മുടെ തലകളെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അതിവാത്സല്യമായ ചെറുസ്നാഥ, ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയ കൃപകൾക്കായി സ്തോത്രം. നിൻ്റെ കൃപയ്ക്കൊത്തോണം കർത്താവ്, നിൻ്റെ ഫലങ്ങൾ കായ്ക്കുന്നവരായി തീരുവാൻ, അപ്രകാരമായ വൃക്ഷങ്ങളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ കുറവുകളാണ് കർത്താവെ. കുറവില്ലാത്ത കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ കൂടെ ഇരുന്ന് വഴി നടത്തുവാൻ ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മഹത്വത്തിനൊത്താണ് ഓരോ ദിവസവും കാത്തുരുവാരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ അങ്ങിലേക്ക് നേടുവാൻ കർത്താവെ, നല്ല ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളായി തീരുവാൻ ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്ന മേഖലകളിൽ പ്രകാരം പ്രവർത്തിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.